ഇടുക്കി ഉപ്പുതറയിൽ 100 ദിവസത്തിലധികമായ ബോധാവസ്ഥയിൽ കഴിയുന്ന മകന് സംഭവിച്ചത് എന്താണെന്നറിയാതെ മാതാപിതാക്കൾ. സംഭവത്തെക്കുറിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും DGPക്കും പിതാവ് പരാതി നൽകി. ഇടുക്കി ഉപ്പുതറ ചപ്പാത്ത് പുതുപ്പറമ്പിൽ ബിനോജ് മോഹനനെ കഴിഞ്ഞ വർഷം ഒക്ടോബർ 24 രാത്രി 9:45 റോഡരികിൽ പരിക്കേറ്റ നിലയിലാണ് കണ്ടത്. വീടിനടുത്താണ് ഈ സ്ഥലം. വിനോദ് കവലയിലെ കടയിൽ നിന്നും ഷർട്ട് വാങ്ങി ഇറങ്ങി വരുന്ന ദൃശ്യം CCTVയിലുണ്ട്. സംഭവം അറിഞ്ഞ് ഓടിച്ചെന്ന പിതാവ് മോഹനൻ കാണുന്നത് തലയ്ക്ക് പിന്നിൽ മാരകമായ മുറിവേറ്റ നിലയിൽ മകൻ വീണ് കിടക്കുന്നതാണ്. ബിനോജിന്റെ കൈവശമുള്ള ഷർട്ടിന്റെ കവർ അടുത്തു തന്നെ കിടന്നിരുന്നു. ചെരുപ്പുകൾ വെച്ച് തല ഉയർത്തിവെച്ച നിലയിലാണ് കണ്ടത്. ഉപ്പുതറ പോലീസ് കാര്യമായ രീതിയിലൊന്നും അന്വേഷിച്ചില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി ഒന്നും അന്വേഷിച്ചില്ല. എൻ്റെ മകൻ്റെ ഫോൺ പരിശോധിച്ചിട്ടില്ല. ഇവൻ്റെ വസ്ത്രവും സാധനവും ഇരുന്ന സ്ഥലം ഞാൻ കാണിച്ചു കൊടുത്തിട്ട് അത് അവരോട് ചോദ്യം പോലും ചെയ്തിട്ടില്ല. അവർ ലാസ്റ്റ് കഴിഞ്ഞ 30-ാം തീയതി ഒരു 3 മണിയോടുകൂടി എന്നെ ഉപ്പുതറയിൽ ഒരു ASI വന്ന് കണ്ട് പറയുന്നു, ഈ കേസിൻ്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകില്ല, കേസ് അവസാനിപ്പിക്കുകയാണ്, നിങ്ങൾ ഈ പേപ്പറിൽ ഒപ്പിട്ട് തരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ഏതൊക്കെയാലും ഈ കേസ് അവസാനിപ്പിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ ഒപ്പുവിട്ട് തരുന്നില്ലെന്ന് പറഞ്ഞാൽ ആ പോലീസ് ഉദ്യോഗസ്ഥനെ പറഞ്ഞു വിടുകയും ചെയ്തു. എന്താണ് സംഭവിച്ചതെന്ന് കണ്ടെത്താതെ ഉപ്പുതറ പോലീസ് അന്വേഷണം നിർത്താൻ തീരുമാനിച്ചെന്ന് മോഹനൻ പറയുന്നു. പല ആശുപത്രികളിലും ചികിത്സ നടത്തിയെങ്കിലും ബിനോജിന്റെ ആരോഗ്യസ്ഥിതിയിൽ പുരോഗതിയില്ല. ഇപ്പോൾ വീട്ടിൽ അബോധാവസ്ഥയിൽ തുടരുകയാണ്. ഭാര്യയും 2 കുട്ടികളുമുണ്ട്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.